മുതൽ 30 വരെയാണ് പോഷകാഹാര മാസാചരണം നടത്താറ്. ഈ പ്രാവശ്യം നമുക്ക് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 വരെ ഒരു മാസത്തെ പരിപാടികളാണ്. അപ്പോൾ ആദ്യം നമ്മുടെ അംഗൻവാടി തലത്തിൽ നമ്മുടെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പോഷകാഹാരം വെച്ചിട്ടും പിന്നെ നമ്മളെ പ്രീ സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കളും കൂടി കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇതിന്നൊരു ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് മുനിസിപ്പാലിറ്റി തലത്തിൽ നടത്തും. നമ്മളിവിടെ നടത്തിയത് എണ്ണ, ഉപ്പ്, മധുരം എന്നിവ കുറച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി എല്ലാ വർഷവും അംഗനവാടി തലത്തിൽ നടത്താറുണ്ട്. അപ്പോൾ അതിനെ സഹകരിച്ച എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മളെ കൗൺസിലറെ ക്ഷണിക്കുന്നു. ഔദ്യോഗിക സ്ഥാനത്തേക്ക് നമ്മൾ മറിയം താത്താനെയും ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്കൊന്ന് ഭയങ്കര ബിസിയുള്ള ദിവസമായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ എന്തായാലും ടീച്ചറോട് വരാമെന്ന് പറഞ്ഞതാണ്. കാരണം എനിക്ക് ഫുഡിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ബൈലൊക്കെ അതിനൊന്ന് കുറേ കോമ്പറ്റീഷനിലൊക്കെ ഫസ്റ്റ് പ്രൈസ്. അത് നമ്മളായിട്ട് ഇന്നോവേഷൻ ചെയ്ത ഫുഡിനാണ്. അവിടെയൊക്കെ വലിയ ഷെഫുമാരാണ് വരിക. നമ്മളായിട്ട് കണ്ടുപിടിച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടുപോയാലാണ് അവരധികം ഫസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ടേസ്റ്റ്, ഡെക്കറേഷൻ നിങ്ങൾ ഇന്നോവേഷൻ ആയിട്ട് ചെയ്യാൻ നോക്കാം. നമുക്ക് ഫുഡ് എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അത് നമ്മളായിട്ടൊരു കണ്ടുപിടുത്തം. ചേമ്പിൻ്റെ ഇല പായസം, സെലറി പായസം. ഒരിക്കൽ ഞാൻ സെലറി പായസം ഉണ്ടാക്കിയപ്പോഴാണ് ദുബായിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് പോയത്. സെലറി അറിയില്ല, നമ്മളെ വണ്ടിച്ച അതിലൊപ്പിട്ടാ ഇല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കും. കപ്പ കൊണ്ടുള്ള പുഡിങ്ങാക്കി കട്ടപ്പാണെന്ന് പറഞ്ഞത്. പുഡിങ്ങായിട്ടും വേണമെങ്കിൽ തണുപ്പിച്ചാലും യൂസ് ചെയ്യാം. ഉണ്ടാക്കിയ ആളൊന്ന് കാണട്ടെ. എന്നൊന്നും നമുക്കറിയില്ല. ഇതിനാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് കിട്ടിയ ഒരു ഭാഗ്യം. കൽക്കണ്ടം പോലെ കൽക്കണ്ടം പോയി